പിന്നെ ഇവിടെ നമ്മൾ പ്ലാനൊക്കെ മാറ്റിയിട്ടാ. ഇവിടെ ക്ലൈൻറ്റിൻ്റെ ഒരു സ്നേഹിതൻ എഞ്ചിനീയറും കൂടെ വന്നിട്ട് കംപ്ലീറ്റ് പ്ലാനൊക്കെ മാറ്റി. ഇവിടെ ആദ്യം നമ്മളൊരു 2 മീറ്റർ വീതിയിലുള്ള ഒരു ജനൽ വെക്കാനുള്ള തീരുമാനമായിരുന്നു. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള 2 മീറ്ററിൻ്റെ ജനൽ. അതെന്ന് വെച്ചാൽ ഈ കാണുന്ന ജനലാണ് വിൻഡോ ആണ് നമ്മൾക്ക് ഇവിടെ വെക്കണമെന്ന് തീരുമാനിച്ചിരുന്നത്. അതിപ്പോൾ മാറ്റി. ആ വിൻഡോ നമ്മൾ അങ്ങോട്ട് മാറ്റി. അതിന് പകരം ഇനിയിപ്പോൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തലക്കൽ ഒരു ഒറ്റക്കള്ളി വെക്കുക, അതേമാതിരി ഇവിടെ ഒരു ഒറ്റക്കള്ളി വെക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ബോക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ലാബിൻ്റെ അറ്റത്ത് ഒരു വാള് വരുന്നുണ്ട്, അതേമാതിരി ആ സ്ലാബിൻ്റെ ആ അറ്റത്തും ഒരു വാള് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വാള് ചാരിയിട്ട് നമ്മൾ ഒറ്റക്കള്ളി വെച്ചിട്ട് 2 സൈഡും അതേമാതിരി സെയിമാക്കി വെച്ചിട്ട് നേരെ പുറത്ത് നമുക്ക് അതേമാതിരി ഒരു ബോക്സ് വരുന്നുണ്ട്. അത് നമുക്ക് പടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇതവിടെയൊക്കെ മാറ്റിയതാണ്, ഇതൊക്കെ പ്ലാനൊക്കെ മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം വർക്ക് ഇപ്പോൾ ഇനി കുറച്ചും കൂടെ പണിയുണ്ട്. ഇതിൻ്റെ വേറൊരു ബെഡ്റൂമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ തലക്കൽ ഒരു ഒറ്റക്കള്ളി വെക്കാണ്ട്, ആ തലക്കൽ ഒരു ഒറ്റക്കള്ളി, ഇവിടെ ഒരു 2 കള്ളി, അങ്ങനെ ഒരു 3 ജനൽ വെക്കാണ്ട്. ഇവിടേക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കണമെന്നുള്ള നമ്മളെ പഴയ അവിടുത്തെ താഴത്തുനിന്ന് പൊളിച്ച പഴയ ജനലുണ്ടായിന്. ആ ജനലാണ് നമ്മളിവിടെ വെക്കാൻ പോണത്. അത് 3 കള്ളി ജനലായിരുന്നു. അത് നമ്മൾ ആശാരിമാരെ കൊണ്ട് 2 ഒറ്റക്കള്ളിയും ഒരു 2 കള്ളി ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ പണി എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. ഇവിടെ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന കാരണമാണ് ഇവിടെ കുറേ ഡിലേ വന്ന്. ജനൽ ഇത് 2 ഒറ്റക്കള്ളി ഉണ്ട്, ഒരു 2 കള്ളി ഉണ്ട്. ഇതാണ് ഞാൻ അവിടെ വെക്കാൻ പോണത്. ഇത് നമ്മൾ പഴയ അവിടെ ഫ്രണ്ടിലുള്ള ബെഡ്റൂമിൻ്റെ പഴയ 3 കള്ളി ജനൽ ആശാരിമാരെ കൊണ്ട് നമ്മൾ 2 ഒറ്റക്കള്ളിയും ഒരു 2 കള്ളി ആക്കി ഉണ്ടാക്കിച്ചതാണ്. ഈ കാണുന്നത് ഈ ഒരു കെട്ട് നമുക്ക് മെയിൻ സ്ലാബ് വരെ പൊന്താളാണ്. ഇവിടെ ഇപ്പോൾ ഇത് സിറ്റ് ഔട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് ഇപ്പുറത്ത് വരുന്നത് ഒരു ഓപ്പൺ ടെറസാണ് വരുന്നത്. പിന്നെ അവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ആ പില്ലറിൻ്റെ അവിടെ ഒരു വാള് വരുന്നുണ്ട്. ആ വാള് നേരെ നമുക്ക് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് പൊന്താളാണ്. അതേമാതിരി ഇവിടെ പടുത്തിട്ടുള്ള ഈ കെട്ട് അതേമാതിരി മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് പൊന്താളാണ്. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ GIൻ്റെ വർക്ക് വരാനുള്ളതാണ്. അപ്പോൾ ഒക്കെ നമുക്ക് ഇനി വർക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റക്കള്ളിയൊക്കെ വെച്ച് ഈ ഒറ്റക്കള്ളി ഒന്നാം തറക്കലും ഈ തറക്കലും വെച്ച് ഇവിടെ 2 കള്ളി വെച്ച്. അപ്പോൾ ഈ 2 ഒറ്റക്കള്ളി നമ്മൾ അവിടെ വെച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലെ ബെഡ് വരുന്നത്. ആ ബെഡ് വരുന്നത് സെൻറ്ററിലായ കാരണം 2 തലക്കലും 2 ജനൽ വെച്ചത്. പിന്നെ ഇവിടെ ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ വെക്കണത് ഈ സൈഡിലാണ്, ആ കെട്ടുമ്പോഴാണ് ആ വിൻഡോ വെക്കണത്. കോണിക്കൂടിൻ്റെ ആ സൈഡിൽ കെട്ടാണ്ട്. ഇത് കോണിക്കൂടിൻ്റെ ഒരു മതിലാണ് ഈ കാണുന്നത്. ഇത് പഴയ നമ്മളെ കോണിക്കൂടിൻ്റെ മതിലാണ്. അതിൻ്റെ മേലുണ്ടായിരുന്ന സ്ലാബൊക്കെ നമ്മൾ പൊളിച്ച് എന്നിട്ടിപ്പോൾ ദാർപ്പായിട്ട് മൂടിക്കുകയാണ്. എന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം മുഴുവൻ അകത്തേക്ക് പോകും. അവിടെ താമസമുണ്ട് അടിയിൽ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ പായിട്ട് മൂടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു കെട്ടുണ്ട് വരാനുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ അവിടുന്ന് ബാക്കിൽ നിന്ന് അപ്പുറത്തുനിന്നേ പടുക്കാൻ പറ്റുള്ളൂ. അത് ഇവിടുന്ന് വെക്കാൻ പറ്റില്ല. അത് കാരണം ഞങ്ങളവിടെ ഒഴിവാക്കിയിട്ടാണ്. ഇവിടെ ബെൽറ്റൊക്കെ വാർക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ബെൽറ്റൊക്കെ വാർത്ത് ഇപ്പോൾ നമ്മൾ ആ അടിയിലൊരു ഗോളം കണ്ടിരുന്നില്ലേ, ആ ഗോളത്തിൻ്റെ മുകളിൽ കാണുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഈ പീസ് അവിടുന്ന് നമ്മൾ വാർത്തിട്ട് നേരെ ഇവിടെ ബെൽറ്റൊക്കെ അടിപൊളിയായിട്ട് വാർത്തിട്ടുണ്ട്. അപ്പുറത്തുണ്ട് അതേമാതിരി, അപ്പുറത്തുള്ള അതേമാതിരി അടിപൊളിയായിട്ട് ബെൽറ്റൊക്കെ വാർത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വാർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ പടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 മീറ്റർ ആയിട്ടുള്ള 2 മീറ്റർ വീതിയുള്ള ജനലാണ് വരുന്നത്. ഈ ജനലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വെക്കാൻ പോണത്. അത്യാവശ്യം വലുപ്പമുണ്ട്, കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജനലാണ് വരുന്നത്. ഇപ്പോൾ നമ്മളവിടെ പടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഈ തറ ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മൾ ആ ക്രോസൊക്കെ നിർത്തി നമ്മൾ സ്ക്വയർ ആക്കിയിരിക്കണ്. ഇപ്പോൾ ഈ സ്ക്വയറിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മേലേക്ക് പടവൊക്കെ വരുന്നത്. ക്രോസൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ ഈ വാള് അതേമാതിരി ആ വാളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് പടുക്കാനുള്ള പരിപാടി കണ്ടില്ലേ. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പടുത്തിട്ടുള്ളത്.
പിന്നെ ഇപ്പോൾ 5 വരെയായി, അവിടെ 5 വരെയായി. പിന്നെ ആ വാള് കണ്ടില്ല, 60 സെൻറ്റിമീറ്ററാണ് ആ വാള് വന്നിട്ടുള്ളത്. ആ വാള് വന്ന് നമ്മൾ ആ ജനലൊക്കെ വെച്ച്, ജനൽ വെക്കാൻ നമുക്ക് ഒരു വരി ഫുള്ള് ഒരു കട്ടിങ് വന്ന്, ഒരു പകുതി കട്ടിങ് വന്ന്, എന്ന് വെച്ചാൽ ഒരു പൊളിവരിയും ഒരു വരി ഫുള്ളായിട്ടുള്ള ഒരു കട്ടിങ് വന്ന്. അത്യാവശ്യം 1.80 ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ആക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ ലിൻഡൽ വരാണ്ട്, ലിൻഡൽ വന്ന് അതിൻ്റെ മേലെ ഒരു സൺസൈഡും വരാണ്ട്, ലിൻഡലും സൺസൈഡും കൂടെ വരാനുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ മേലേക്ക് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് ആക്കിയിട്ട് ആ സ്ലാബ് ഇങ്ങോട്ട് പുറത്തേക്ക് ഈ വാള് വരെ ചാടിച്ച് വാർക്കാനുള്ളതാണ്. വേറൊരു നമ്മൾ വ്യത്യാസം വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇവിടെ തറക്ക് ഒരു വലിവുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഒരു കര ഉണ്ടായിരുന്നു തറക്ക്. ഇപ്പോൾ ഞങ്ങളത് അതിൻ്റെ മറി കറക്റ്റാക്കിയിട്ടാണ് പടുത്തിട്ടുള്ളത്. തറൻ്റെ മറി കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ മതിൽ പടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ഇനി തേക്കുന്ന സമയത്ത് നേരെ ഡയറക്റ്റ് അവിടെ കട്ടിങ് ഇല്ലാതെ നമുക്ക് ഒരേമാതിരി തേച്ച് ലെവലാക്കാം. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഉള്ളിലേക്ക് കുറച്ച് സ്പേസ് കിട്ടും ചെയ്യും. നമ്മുടെ ഉള്ളിൽ ആദ്യം കല്ലിൻ്റെ വണ്ണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇത് പഴയ കല്ലാണ് വരുന്നത്. അപ്പോൾ ഈ പഴയ കല്ല് 9 ഇഞ്ച് വീതിയാണ്. 9 ഇഞ്ച് വീതിയും അതിൻ്റെ തേപ്പും ഒക്കെ പാടെ ഒരു സംഖ്യ വീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കട്ടായപ്പോൾ 8 ഇഞ്ച് വീതിയേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഈ കര അടക്കം നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കണ കാരണം നമുക്ക് ഉള്ളിലും അത്യാവശ്യം സ്പേസ് കിട്ടി. ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് വരുന്നത് നമ്മളിവിടെ ഈ ചുമരും ആ പഴയ ചുമരും പുതിയ ചുമരും കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്യണതിന് പകരം നമ്മളെന്താ ചെയ്യണത്, ആ ഗ്യാപ്പിൽ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രാക്ക് വരില്ല. ക്രാക്ക് ഇല്ലാതെ നമുക്ക് കഴിച്ചിലായി കിട്ടും. അപ്പോൾ ഈ 2 സൈഡിലും പലക വെച്ചുകൊണ്ട് ഇതിൽ കോൺക്രീറ്റ് ചെയ്താൽ നമുക്ക് ക്രാക്ക് വരാതെ ഒഴിവായി കിട്ടും. ഇവിടെ ഹൈറ്റായി, ആ ജനലിൻ്റെ ഹൈറ്റ് അയക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അതിൻ്റെ മേലൊരു ലിൻഡൽ വാർക്കാണ്ട്, ഒരു ചെറിയ സൺസൈഡും വരാണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പിന്നെ ഒരു 4-5 പേരും കൂടെ പടുത്തിട്ട് ആ മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് ആക്കിയിട്ട് ആ മെയിൻ സ്ലാബ് കൊണ്ട് അടിച്ച് വാർക്കാനുള്ളതാണ്. ഈ വാളിൻ്റെ അറ്റം വരെ അത് ആ മെയിൻ സ്ലാബ് കൊണ്ട് വരാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം വർക്ക് ഇത് ഫിനിഷാവും.